ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഓണമാണ് കേട്ടോ. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഇത് ഈ വർഷത്തെ ഞങ്ങളുടെ 3ാമത്തെ ഓണാഘോഷമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷത്തിനാണ്. ഇതിക്ക് മുമ്പ് 2 ഓണാഘോഷം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ വേറെ നല്ല തിരക്കായിപ്പോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. സോ ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല എന്താകുമെന്ന്. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേര് ഇന്ന് സാരി കൊടുക്കാമെന്ന് എത്തിയാണ് ഇരിക്കുന്നത്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഇന്ന് രാവിലെ 8 മണിക്ക് എണീക്കണമെന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ. അതേ കഴിഞ്ഞു. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അവിടെ പരിപാടി 9 മണിക്ക് തുടങ്ങും. പക്ഷെ നമ്മൾ എത്താൻ വിചാരിച്ചിരിക്കുന്നത് സദ്യയുടെ സമയമാണ് 12 മണി. അതായത് ഒരു 11:45 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തണം. എന്നാലാണ് ബാൻഡൊക്കെ വാങ്ങിച്ച് നമുക്കൊരു എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിക്ക് മുമ്പ് ഞങ്ങൾക്ക് റീൽസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ബുക്കിങ്ങിലുള്ളത് ഞാനാണ് കേട്ടോ ഡ്രൈപ്പിസ്റ്റ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബുക്കിംഗ് മീഗയാണ്. മീഗ എണീറ്റു. അപ്പോൾ നമുക്ക് മീഗനെ വിളിച്ചിട്ട് മീഗനെ ഉടുപ്പിച്ച് തുടങ്ങാം. ഞാൻ ഉടുപ്പിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം ചെറുപ്പറായി എന്ന് വേണം നമ്മൾ എല്ലാവരും സാരി ഉടുപ്പിക്കാൻ ഈ എന്നെ വരെ. അപ്പോൾ നമുക്ക് എന്തായാലും എന്താകുമെന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണാൻ പോകുന്നത് സാരിയിലായിരിക്കും. ഇതാണ് എൻ്റെ പേച്ചക്കാലം. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം ഗൈസ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഓണം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം ഇപ്പോൾ തന്നെ സെപ്റ്റംബർ 13 ഈ പരിപാടി തന്നെ ഓണം കഴിഞ്ഞിട്ടാണ്. സോ ഇതെന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ വരേണ്ടതാണ്. അപ്പോൾ എങ്ങനെ പോകുമെന്ന് നോക്കാമല്ലേ ഈ ദിവസം. അവരോട് 2 പേരോട് ഞാൻ അപ്പുറത്തെ റൂമിലിരിക്കാൻ പറഞ്ഞു. ഇപ്പൊ വരൂ കേട്ടാ. ബാബാ പെട്ടെന്ന്, സമയമില്ല. ഞാൻ ഇങ്ങനെ ഉറക്കത്തിന്ന് എണീക്കണത്, പിന്നെ പല്ലേക്കണത്, പിന്നെ എഴുതുന്നത്. സ്നേഹ ഇവിടെ ഉണ്ട്, മിക ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സാരി ഉടുപ്പിക്കുമ്പോഴത് മീഗിനെയാണ്. അലീനെ എന്നോട് 1/2 മണിക്കൂറോടെ ഇറങ്ങും. ഞാനും അലീനെ വെളുപ്പിനാ കിടന്നത്. 4:45 ഞാൻ ബെഡിൽ പോയിട്ട് എനിക്ക് ഉറക്കം വന്നത് 6:30 എപ്പോഴാണ്. ഈ നേഹ ഉണ്ടല്ലോ, ഈ നേഹയ്ക്ക് എല്ലാ ദിവസവും എല്ലാ പരിപാടിയുടെ സമയത്തും എന്റെ വായിന്ന് പറഞ്ഞ് കേൾക്കും. ഇന്നും കേട്ടു. രാവിലെ 6 മണിക്ക് ഞാൻ ഒന്ന് ഉറങ്ങിയ അവളോട് ഞാൻ 8 മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് അവൾ എന്നെ 7:45 വിളിച്ചു. അത് കഴിഞ്ഞിട്ടോ ഇവളോട് ഞാൻ ഉറക്കപ്പിച്ചാൽ എന്നെ ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരത്തി വിളിച്ചില്ല. ഞാൻ 8-9 മണിക്ക് എണീറ്റു. അത്ര ഉത്തരവാദിത്തമുള്ള ഒരാളാണ് നമ്മുടെ ഈ നേഹ. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്ത് കൊളായാലും നമ്മൾ നേഹയുടെ തല്ലോട്ടിട്ട് വയ്ക്കും. അതാണ് ഇന്നത്തെ ഒരു എയിം. അരിയുണ്ട, ഞങ്ങൾക്ക് അരിയുണ്ട കിട്ടി. നമ്മളെ അലീന വന്നിട്ട് അലീന നാട്ടിൽ നിന്ന് കടിച്ച പൊട്ടി. ഞങ്ങളുടെ എല്ലാവരുടെയും ലുക്ക് ഉണ്ടല്ലോ, ആദ്യം ഞങ്ങൾ പല സ്ഥലത്തായിട്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് റെഡിയായി സുന്ദരികളായി ഇനി സദ്യ കിട്ടുമെന്ന് നോക്കാം അല്ലേ. എല്ലാരെയും കുറിച്ച് നിങ്ങൾ കമന്റിൽ പറയണേ. എല്ലാരും ഞാൻ ഉടുപ്പിച്ചേട്ടോ. നിങ്ങക്ക് ഇഷ്ടപ്പെട്ട റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, അലീനയുടെ ഫോട്ടോഷൂട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഓരോ സെറ്റ് വെച്ച് കഴിഞ്ഞു. സദ്യ തുടങ്ങി. പരിപാടി ഏകദേശം ഉച്ചയത്തെ പരിപാടി തീരാറായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ക്യാമറ വെക്കുന്നുണ്ടാ. അവിടെ ചെല്ലുമ്പോൾ അറിയാം സദ്യ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് എങ്ങനെയാണ്. ഇപ്പം സമയം 12:30 ഞാൻ രാവിലെ 9:30 വീഡിയോ എടുത്ത് നിർത്തിയതാണ്. പക്ഷേ നല്ലതെന്ന് തോന്നുന്നു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ പറയൂ. എനിവേസ് ഇനി നമുക്ക് അവിടെ ചെന്ന് കാണാം. നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്, ലൈക്ക് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണോ ആ ഒരു കാര്യം 1 മിനിറ്റിൽ 1 മിനിറ്റ് ഗൈസ് വടംവലി നടക്കാൻ പോവാണ്. ഗൈസ് വടംവലി ഗൈസ് ഞാൻ മലയാളി മങ്കയായിട്ട് പങ്കെടുത്തായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ ഇതിന്റെ കൂടെ കൂട്ടാവേ. ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ടാസ്ക് ആണ്. വാക്ക് അക്രോസ് ദ സ്റ്റേജ് പ്രിറ്റൻഡിംഗ് ടു ബി എ മാവേലി. താങ്ക് യു.
അല്ല കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു ഫ്രാൻസിന്റെ കൂടിയോ ജലീനയാണ് എന്റെ മലയാളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ പ്രൈസ് കിട്ടിയില്ല. ഞങ്ങളെല്ലാം ഹീനാന്റെ പേര് പറഞ്ഞു കിട്ടിയില്ല. രേഖയാണ് എന്റെ കുട്ടിക്ക് ചേർത്ത്. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്റെ മമ്മി ആയിരുന്നു എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റണ്ടായില്ല അത് കഴിഞ്ഞിട്ട്. ഞങ്ങൾ ചേച്ചി വരാൻ വേണ്ടി വീഡിയോ പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ മാത്രം പോകും. ഓൾറെഡി ഉണ്ട് ചക്കര. നീ സാരി കുത്തോ? വടമൊക്കെ വലിച്ചു കഴിഞ്ഞു. ഇതാണ് ആഞ്ചലിൻ, എന്റെ ജൂനിയർ കൊച്ചാണ്. എന്റെ യൂട്യൂബ് ചാനലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ഓണം? നമ്മള് വടം വലിച്ചില്ലേ? നമ്മള് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടി, സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ പൊട്ടി. ഒരു റൗണ്ട് കൂടി അവർ നടത്താന്ന് പറയുന്നുണ്ട്. നടത്തി അതിലും പൊട്ടു വലിയോന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ ഇനിയിപ്പോ DJ പാർട്ടി അതൊക്കെ അറിയൂലേ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്നും കാണത്തില്ല. സദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് കോമ. എനിക്ക് ഞാൻ കഴിച്ചപ്പോഴേക്കും മറ്റേ ചൂടാറിപ്പോയി. ലാസ്റ്റ് മന്തിക്കല്ലേ കഴിച്ചത്? ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഡാൻസ് എല്ലാം കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ DJ പാർട്ടി ഉള്ളത്. ഞാൻ മേ ബി ഒന്ന് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരും. ഞാനൊന്ന് വീട്ടിൽ പോവാം. മേ ബി അറിയില്ല. സ്ട്രെസ് എടുത്തിരിക്കുക. എനിക്ക് സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞു. സാറില്ലേ നീ ഒറ്റയ്ക്കെടുത്താ? ചെറുതായിട്ട് ഇനി മീകയും മാലീനയും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കാറ് വരെ പോയിക്കുക. ഇനി ഇവിടെ മഴയൊക്കെ പെയ്തു തുടങ്ങിട്ടാ. നല്ല അടിപൊളി കാലാവസ്ഥ. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് മൊത്തം. അകത്ത് ആണുങ്ങളുടെ വടംവലി നടക്കുന്നു. നമ്മളതിൻ്റെ അകത്തോട്ട് പിന്നെ പോയില്ല, റെസ്റ്റ് എടുക്കാൻ വന്നേക്കുക. ഗൈസ് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറാൻ വന്നേക്കാണ് ഗൈസ്. ഈ സാരിയിൽ പറ്റില്ലാണ്ടായി. ഇനി DJ പാർട്ടിയാണ്. സോ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് DJക്ക് പോകാമെന്ന് കരുതി. ഇവിടെ ഇപ്പോൾ സമയം 4:25. അപ്പോൾ 6 മണി വരെ ഉള്ളൂ പരിപാടി എന്നാണ് പറഞ്ഞെങ്കിലും ഒരു 6:30 വരെ കാണുമായിരിക്കും. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ അവിടെ വടംവലിയൊക്കെ നടക്കുക. അപ്പം ഞങ്ങളെല്ലാവരും ഓടിപ്പോയി വല്ല നോർമൽ ഡ്രസ്സിലോട്ട് വന്നിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങൾ പിന്നെയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്നുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി ഗൈസ്. ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ? സാരി അത്ര ഡിസ്കംഫർട്ട് ഉണ്ടായി. പക്ഷെ എനിക്ക് ലാസ്റ്റ് ആ വടം വലിച്ചോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ബോഡി പെയിൻ ആയി പെട്ടെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോഴേ ഇപ്പൊ എല്ലാവർക്കും ഒരു സമാധാനം ഇല്ലേടി. ഇനി ഞങ്ങള് അടിച്ചു പൊളിക്കാൻ പോവാ. DJ നല്ലതായ മതിയായിരുന്നു. നല്ല രസമുണ്ടല്ലേ? അലീനയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇതൊക്കെ കിളികളൊക്കെ എന്താണ്ടൊക്കെ പറയുന്നു. ആരും എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നില്ല. സോ ഞാൻ തന്നെ സെൽഫി എടുക്കുന്നു. ഞങ്ങളൊക്കെ നോർമൽ ഡ്രസ് ഇട്ട് വന്നപ്പോ അലീന മറ്റേ ഇതെന്താടി ലാച്ച പോലെ തയ്ച്ചോ? എനിക്ക് വയ്യ. അലീന ചുമ്മാ സീൻ. അയ്യോ ഞാൻ സീൻ പറ്റിട്ടില്ല. ഞങ്ങൾ പോവാണേ ഗൈസ്. നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ തീർന്നു. DJ പാർട്ടി കുറച്ച് നേരം ഉണ്ടായുള്ളൂ. പാട്ട് നമ്മളൊക്കെ കൂടി ഡാൻസ് കളിച്ച് എന്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് കഴിഞ്ഞപ്പോൾ വേറെ ഫോണിലാണ് എടുക്കുന്നത്. സോ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഒഫീഷ്യലി. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഓണം അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങൾ എല്ലാവർക്കും എടുത്തുന്നു. അപ്പോൾ ബൈ.